Hello guys, welcome back to our channel. This is me with Mallu episode. My dear മുത്തുമണികളെ, വെള്ളമുടിയൻ അമ്മാവൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? നാറൂട്ടോ കുട്ടപ്പന്റെ നയൻ ടെയിൽ ഫോക്സിന്റെ പവർ പുറത്തെടുക്കാൻ വന്ന ഒരു ഭീകരൻ ഹൊക്കാഗെ ആണോ ഇദ്ദേഹം എന്നറിയണമെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് തുടക്കം മുതൽ അവസാനം വരെ കാണണം. അപ്പോ കുട്ടപ്പന്റെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാവരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിൽ കിടന്നല്ല. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗാറ പയ്യനാണ് കാണിക്കുക. ആള് വിദൂരതയിലേക്ക് നോക്കി നക്ഷത്രമൊക്കെ എണ്ണി അമ്പിളി അമ്മാവന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് എന്തോ ആലോചിച്ച് കുത്തിയിരിക്കുകയാണ്. അപ്പൊ കറക്റ്റായിട്ട് സൗണ്ട് വില്ലേജിൽ പെട്ട ഡോസു പയ്യൻ അവിടേക്ക് വരും. ഡോസു പയ്യന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഗാറയെ തട്ടണം. അങ്ങനെ തട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് ഫൈറ്റില് തീർച്ചയായിട്ടും സാസുകയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഗാറ ഉണ്ടാവില്ല. പകരം ഡോസുവിന് ഫൈറ്റ് ചെയ്ത് ഒറോച്ചിമാരുടെ പ്ലാൻ എല്ലാം തന്നെ അടിപൊളിയായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാൻ ഇട്ടിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. ഡോസു പയ്യൻ ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവന്റെ കയ്യിലെ ആ ഒരു എക്യുപ്മെന്റ് പുറത്തെടുക്കും. അൾട്രാവേവ് സൗണ്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഗാറയിലുണ്ടായ വലിയൊരു മാറ്റം കണ്ട് അവന്റെ കണ്ണ് തള്ളുക. ആ സമയത്ത് ഗാറ അവനെ കറങ്ങി ഒരൊറ്റയടി. അവിടെ തന്നെ നമ്മുടെ ഡോസു പേസ്റ്റ് ആയി പോവും. ഡോസുവിന്റെ കാറ്റ് പോയതുകൊണ്ട് തന്നെ ഇനി ഫൈറ്റ് ചെയ്യാൻ 8 ടീംസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം തന്നെ കബൂട്ടോയുടെ മറ്റൊരു കൂട്ടാളിയും ദൂരെ നിന്ന് നോക്കിക്കാണും. ഡോസുവിനെ അവൻ കൊന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ കബൂട്ടോ എന്ന് ചോദിക്കുമെങ്കിലും അവൻ ഇത്ര നാൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്തില്ലേ. ഡോസു വെറും ഒരു സെർവന്റ് മാത്രമാണ്. അവന്റെ ജീവന് യാതൊരു വിലയില്ല എന്ന് കബൂട്ടോ അവന്റെ അടുത്ത് പറയും. അവന്റെ കഥ കഴിഞ്ഞു. നമ്മുടെ പ്ലാൻ മുൻപോട്ട് കൊണ്ടുപോയേ കഴിയുള്ളൂ. സാസുകയെ നമ്മളിനി എന്താണ് ചെയ്യാന്ന് അവര് പരസ്പരം ചർച്ച ചെയ്യുമ്പോ കറക്റ്റ് സമയത്ത് പുല്ലിന്റെ ഇടയിൽ കൂടെ കെക്കോ ആവട്ടെ അവര് പറയുന്നതെല്ലാം ടേപ്പ് റിക്കാർഡിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ഒപ്പിയെടുക്കും. സാസുകയെ എങ്ങനെ വകവരുത്താം, എങ്ങനെ ഒറോച്ചിമാറുവിനെ സംതൃപ്തിപ്പെടുത്താം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ കേട്ടോണ്ടിരിക്കും. ഞാൻ ഒരിക്കൽ സാസുകയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. പക്ഷേ കാക്കാഷി എന്നെ തടഞ്ഞു. സോ അതൊന്നും അത്ര എളുപ്പമല്ല. ലീഫ് വില്ലേജ് നമുക്ക് എങ്ങനെയെങ്കിലും മുഴുവനായിട്ട് തകർക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗഗ്ഗു ആവട്ടെ അവര് പറയുന്ന ഓരോരോ ഷോക്കിംഗ് ഇൻഫർമേഷൻ കേട്ട് മിനിറ്റ് വെച്ച് ഞെട്ടിക്കൊണ്ടിരിക്കും. ഓ മൈ ഗോഡ്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ കബൂട്ടോടടുത്ത് നമ്മുടെ മുഖംമൂടി പയ്യനാവട്ടെ, നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്തതുകൊണ്ടാണ് എല്ലാവർക്കും നീ ആരാണെന്ന് മനസ്സിലായത്. ഇപ്പൊ എല്ലാവർക്കും നീ ഒറോച്ചിമാറുവിന്റെ വലങ്കയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന അവൻ പറയുമ്പോ കബൂട്ടോ ആവട്ടെ, നീ പറയും പോലെ ഒന്നുമല്ല, ഓൾറെഡി ഞാൻ തന്നെയാണ് ഞാൻ ആരാണെന്നുള്ള കാര്യം ഇൻ കേസ് സാസുകേനെ പൊക്കിക്കൊണ്ടുവരാൻ ഇനിയും താമസിക്കുകയാണെങ്കിൽ ലീഫ് വില്ലേജിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അപ്പോ ഇൻഫർമേഷൻ വേണമെന്ന് ടബൂട്ടോ പറയുമ്പോ മുഖംമൂടി പയ്യൻ ടെൻഷനായിട്ട്, അഥവാ നമ്മൾ പിടിക്കപ്പെട്ടാല് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടി പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് അവന്റെ അടുത്ത് പറയും. ഗക്കോ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനായിട്ട് അടുത്തടുത്ത് നിൽക്കുമ്പോ ടബൂട്ടോ ഒരു സ്ക്രോൾ എടുത്ത് ഇതാണ് സൗണ്ട് വില്ലേജിന്റെ പ്ലാൻ, ഗാറെ എങ്ങനെ നേരിടണമെന്ന് ഈ ഒരു പ്ലാൻ നോക്കി നമ്മൾ പഠിക്കണമെന്ന് അവന്റെ അടുത്ത് പറയും. ഓക്കെ റെഡി, ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാന് വർക്കൗട്ട് ആക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഗക്കോ ആവട്ടെ, അപ്പൊ ലാൻഡും സൗണ്ടും ഒന്ന് ചേർന്നല്ലേ, ഈ കാര്യം എത്രയും പെട്ടെന്ന് ഹൊക്കാഗെ അറിയിക്കണം എന്ന് പറഞ്ഞ് അവൻ പോവാൻ ഒരുങ്ങും. കബൂട്ടോ ഉടനെ നമുക്ക് ആദ്യം ഒളിഞ്ഞു കേട്ടവനെ വകവരുത്തിയാലോ ചോദിക്കുമ്പോ അവൻ ഷോക്കായിട്ട് അവിടെ തന്നെ നിന്ന് പോവും. പാതി മോന്ത മൂടിയവനാവട്ടെ, വേണ്ട അവൻ എന്റെ ആളല്ലേ, ഞാൻ തന്നെ അവനെ കൊല്ലാന്നും പറഞ്ഞ് അതിനുള്ള ഒരു സൂത്രപ്പണി പോലും എന്റെ കയ്യിലുണ്ടെന്ന് പറയും. പക്ഷേ ഈ ഗ്യാപ്പില് ഓടി രക്ഷപ്പെടാനുള്ളതിന് അവൻ മുഴുവൻ കേട്ടിട്ടായിരിക്കും അവിടുന്ന് ഓടുക. ഓരോരോ ബിൽഡിങ്ങിന്റെ മേലെ കൂടെ ഗഗു ചാടി ഓടുമെങ്കിലും ഒടുവില് നമ്മുടെ വില്ലുമാരുടെ കയ്യില് കറക്റ്റായിട്ട് വന്നു വീഴും. ഇനി ഫൈറ്റ് ചെയ്യാതെ ഒരു വഴിയില്ലെന്നും പറഞ്ഞ് അവൻ അവന്റെ കത്തി വലിച്ചൂരി അവർക്ക് നേരെ വീശി നിൽക്കും. പിന്നൊന്നും നോക്കൂല, കത്തി കറക്കി എടുത്ത് ആദ്യം മുഖംമൂടി തലേന്റെ കൈ നോക്കി ആഞ്ഞൊരു വെട്ട്. പക്ഷേ രക്തം തുളുമ്പാതെ ആ ഒരു കത്തി അവന്റെ കയ്യിൽ സ്റ്റെക്കാവും. മൈ ഡിയർ മുത്തുമണി, നീ ഇതുവരെ ഗ്രോണപ്പ് ആയില്ലേ? ഈ ടെക്നിക്കൊക്കെ ഞാൻ LKG പഠിക്കുമ്പോൾ പഠിച്ചതാണ്. നിനക്ക് പുതിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞ് അവന്റെ വിരൽ കൊണ്ട് വിൻഡ് പവർ ഞൊടിക്കുമ്പോഴേക്കും നമ്മുടെ പാവം ചെറുക്കന്റെ കാര്യം അവിടെ തീരുമാനാവും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ നദിക്കരയില് ചുന്ദരികളായ ചില തരളി മണികള് മുലക്കച്ചിയൊക്കെ കെട്ടി അരുവിയില് ഹായായിട്ട് നീന്തി കളിക്കാണ്. എന്ത് രസം! പെണ്ണ് എന്ന് എഴുതി വെച്ചാല് അവിടെ പ്രത്യക്ഷനാവുന്ന നമ്മുടെ വെള്ളമുടിക്കാരൻ അമ്മാവൻ അവിടെയും വന്ന് എത്തി നോക്കും. വാവ്,
അടിപൊളി, നിങ്ങൾ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് തേൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നറൂട്ടോ കുട്ടപ്പൻ ഈ ഒരു കാഴ്ച കണ്ട് ആൾക്ക് ചെറിയൊരു പണി കൊടുക്കാന്ന് മനസ്സിൽ കരുതും. നറൂട്ടോ കുട്ടപ്പൻ വീണ്ടും ചുന്ദരിയായി മാറി ആളുടെ കണ്ണൊക്കെ പൊത്തി ഹായ് ഡാർലിംഗ് എനിക്കും കൂടെ ട്രെയിനിങ് തരുമെന്ന് ചോദിക്കും. വാവ്, തീർച്ചയായിട്ടും പറഞ്ഞ് നമ്മുടെ കിളവൻ തിരിഞ്ഞു നോക്കുമ്പോ അത് കുട്ടപ്പൻ. ഓ ഷിറ്റ്, യു അഗെയിൻ, നിനക്ക് ഇത് തന്നെ പണിയല്ലോ. ആർത്തിമൂത്ത് വീണ്ടും നദിക്കരയിലേക്ക് നോക്കുമ്പോ പെൺപിള്ളേര് കുളി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അല്ലേലും അതങ്ങനെയാ, എനിക്കൊന്നിനും ഭാഗ്യമില്ലാന്ന് പറഞ്ഞ് കുട്ടപ്പനെ നദിക്കരയെ കൊണ്ടിരുത്തി അവന് ബ്രഹ്മാണ്ഡ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കും. ഇന്നലെ പറഞ്ഞതുപോലെ നിന്റെ ബോഡിയിൽ ഒരു നോർമൽ ചക്രയും അതല്ലാതെ ഒരു അഡ്വാൻസ്ഡ് ചക്ര കൂടെ ഉണ്ട്. നിന്റെ രണ്ടാമത്തെ ചക്ര, അതാണ് ദ റിയൽ ചക്ര. അത് ഉപയോഗിക്കുമ്പോഴാണ് നീ റെഡ് കളറിലാവുക. സോ നീ തീർച്ചയായിട്ടും ആ ചക്ര ഇപ്പൊ പുറത്തെടുക്കാനായിട്ട് നമ്മുടെ വെള്ളമുടിയൻ അങ്കിൾ പറയും. കേൾക്കേണ്ട താമസം നമ്മുടെ കുട്ടപ്പൻ സർവ്വശക്തിയും എടുത്ത് മുക്കി നോക്കിയാലും 2 ഗ്യാസ് റിലീസ് ആവുന്നല്ലാതെ അവന്റെ പവർ പുറത്തു വരില്ല. അല്ലെങ്കിലും നീ ചെറിയ കുട്ടിയാണ്, നിന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല എന്ന് നൈസായിട്ട് മുടിയനമ്മാവൻ അവനൊന്ന് ചൊറിയുമ്പോ ഈഗോ അടിച്ച ചെറുക്കനാവട്ടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിക്കാൻ ആരംഭിക്കും. കുട്ടപ്പൻ വീണ്ടും വീണ്ടും ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് സാധിക്കില്ല. കമോൺ കമോൺ, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് വെള്ളമുടിയൻ അങ്കിള് ഒരുപാട് പറയുമെങ്കിലും പാവം കുട്ടപ്പൻ നിസ്സഹായനായി നിൽക്കും. അപ്പൊ അവനൊരു കാര്യം പിടികിട്ടും, കുട്ടപ്പന് അവന്റെ ഉള്ളിലെ പവറിനെ കുറിച്ച് ശരിയായ അറിവില്ല. ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ പവർ പുറത്തു വരണമെങ്കിൽ അവൻ ഏതെങ്കിലും വലിയ ഡേഞ്ചർ സിറ്റുവേഷനിൽ പെടണം, അല്ലെങ്കിൽ അവൻ ഇമോഷണലാവണം. വീണ്ടും വീണ്ടും ശ്രമിക്ക്, കമോൺ, നിന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പറയെങ്കിലും കുട്ടപ്പനെ കൊണ്ട് സാധിക്കില്ല. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ആ പവർ പുറത്തെടുക്കുന്നേ? ഈ ബ്ലൂ പവർ പോരെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ നിന്റെ യഥാർത്ഥ പവർ ഇതല്ല. ആ ഒരു പവർ പുറത്തെടുത്താല് നിന്നെ പിടിച്ചാൽ കിട്ടില്ല. മാത്രമല്ല നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിനക്ക് സഫലമാക്കാം. എന്റെ ഉള്ളില് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ വാട്ട് എ ക്വസ്റ്റ്യൻ. ഞാനൊരു മുനിവറാണ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. നീ തീർച്ചയായിട്ടും ആ പവർ പുറത്തെടുക്കണം. പിന്നെ നിന്നെ ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് നമ്മുടെ ആള് അടിച്ചു പറയും. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോ കുട്ടപ്പന് സന്തോഷം തലയ്ക്ക് കയറും. മുടിയനമ്മാവനാവട്ടെ അവന്റെ കവിളി പിടിച്ച് നുള്ളിയിട്ട് നീ ഒരു വലിയ സംഭവമാണ്, നിന്റെ പവർ നിനക്ക് എന്താണെന്ന് പോലും അറിയില്ല. അത് പുറത്തെടുക്കാൻ സാധിച്ചാല് നിന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. മറ്റുള്ളവരിടുന്ന എഫേർട്ടിന്റെ പകുതി പോലും നിനക്ക് ആവശ്യം ഉണ്ടാവില്ല. എല്ലാവർക്കും അവനവന്റെ കഴിവും വീക്ക് പോയിന്റ്സും കറക്റ്റായിട്ട് അറിയാം. പക്ഷെ എന്റെ കുട്ടപ്പന് മാത്രം അത് അറിയില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും നീ അതറിയാൻ ശ്രമിക്കണമെന്ന് മുടിയനമ്മാവൻ പറയും. ഇത്ര നാളും നീ പ്രാക്ടീസ് ചെയ്തത് ചക്രാസിനെ കൺട്രോൾ ചെയ്യാനും വേസ്റ്റ് ആക്കാതിരിക്കാനും മാത്രമാണ്. കാരണം നീ ഒരുപാട് ചക്രാസ് വെറുതെ വേസ്റ്റ് ആക്കി. പക്ഷെ എന്നിട്ടും നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് നിന്റെ അടുത്ത് ഒരുപാട് സ്റ്റാമിന ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇത്തരത്തിലുള്ള ലോക്കൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിൽ 2 ചക്ര പവർ ഉള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും സ്റ്റാമിന കുറയില്ല. നീ വിചാരിച്ചാല് നിനക്ക് എത്ര വേണമെങ്കിലും ചക്രാസ് ഉപയോഗിക്കാൻ സാധിക്കും. 100 കണക്കിന് ചിപ്സും നിനക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിനാദ്യം നീ ട്രെയിനിങ് എടുക്കണം. നിനക്ക് എത്രമാത്രം ചക്രാസ് യൂസ് ചെയ്യാൻ കഴിയും എന്ന് നീ മനസ്സിലാക്കണം. എക്സാമ്പിളായിട്ട് ഞാൻ നിനക്ക് സമറിൻ ജിപ്സു പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു തവളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇത് യഥാർത്ഥത്തില് ഒരു സ്പേഷ്യോ ടെമ്പറോജി ടെക്നിക്കാണ്. അങ്ങനെ ചോദിച്ചാല് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സാധനമാണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടപ്പൻ അവന്റെ ബ്ലഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ലിവിങ് ക്രിയേച്ചറുമായിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അവൻ എപ്പോഴൊക്കെ അവരുടെ ആവശ്യം വരുന്നോ അപ്പോൾ കറക്റ്റായിട്ട് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സഹായം കിട്ടും. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ കുട്ടപ്പൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. വേഗം പറഞ്ഞതാ, എനിക്കതൊക്കെ വേഗം പറഞ്ഞതാന്ന് പറയുമ്പോ വെയിറ്റ്, അതിനു മുമ്പ് നീ നിന്റെ ചക്രാസ് മുഴുവനായിട്ടും പുറത്തെടുക്കണമെന്ന് നമ്മുടെ മുടിയമ്മാമൻ പറയും. ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ ക്ലോൺ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കുട്ടി നറൂട്ടോമാരുണ്ടാക്കും. അവരെ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ വിട്ടിട്ട് അതിനുള്ളിൽ ആര് ജയിക്കുന്നോ അവനായിരിക്കും ഏറ്റവും വലിയ പവർഫുൾ എന്ന് കുട്ടപ്പൻ പറയും. ഏകദേശം മുടിയനമ്മാവന് പിടികിട്ടും അവന്റെ പ്ലാൻ എന്താണെന്ന്. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ബോസ് തലയ്ക്ക് കൈവെക്കുമ്പോ അവിടെ ബ്രഹ്മാണ്ഡ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. കണ്ണ് തള്ളി ബുൾസൈ ആയിട്ടിരിക്കുന്ന അമ്മാവൻ കണ്ണ് മിഴിച്ചു നോക്കുമ്പോ നറൂട്ടോ കുട്ടപ്പന്മാര് അടി കൂടി ഇപ്പൊ 4 പേര് ബാക്കിയായി. യുഗങ്ങളും കഴിഞ്ഞു പോകുന്നതിന് നറൂട്ടോ കുട്ടപ്പൻ തന്നെ ബാക്കിയുള്ള നറൂട്ടോകളെ അടിച്ചൊതുക്കി ജയിച്ചു നിൽക്കും. തല കറങ്ങി ഫ്യൂസ് പോയി നമ്മുടെ കുട്ടപ്പൻ താഴെ വീഴും. വെരി ഗുഡ്, നീ നിന്റെ എല്ലാ ചക്രാസും പുറത്തെടുത്തു. ഇനി ഞാൻ കാണിക്കുന്ന പോലെ വളരെ കറക്റ്റായിട്ട് ചെയ്യണമെന്നും പറഞ്ഞ് വെള്ളമുടിയൻ അമ്മാവനാവട്ടെ
അവന്റെ കയ്യിൽ കടിക്കും. ബ്ലഡ് വരുമ്പോ പവറായിട്ട് സമറിൻ ജിപ്സു എന്നൊരൊറ്റ അലറല്. എന്നിട്ട് സർവ്വശക്തിയും ചേർത്തെടുത്ത് തറയില് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ആ ഒരു ബ്രഹ്മാണ്ട തവള അവിടേക്ക് വന്ന് തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു സീക്രട്ട് റോള് നമ്മുടെ കുട്ടപ്പന് കൊടുക്കും. ആ ഒരു എഗ്രിമെന്റില് അവൻ സൈൻ ചെയ്ത് 4 പേരിലും കൊണ്ടും സീല് വെക്കണം. അതിനുശേഷം ഏത് കൈ കൊണ്ടാണോ അവൻ ഒപ്പിട്ടത് അതേ കൈ ഉപയോഗിച്ചുകൊണ്ട് സമറിൻ ജിപ്സു യൂസ് ചെയ്യണം. കോൺട്രാക്റ്റില് പട്ടി, പൂച്ച, എലി എന്നൊക്കെ കാണുമ്പോൾ നറൂട്ടോ കുട്ടപ്പൻ അവസാനമായിട്ട് അവന്റെ പേര് എഴുതി ഒപ്പിടും. എന്നിട്ട് കണ്ണടച്ച് സമറിൻ ജിപ്സു യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. സമറിൻ ജിപ്സു നറൂട്ടോ എന്ന് പറഞ്ഞ് നിലത്താഞ്ഞൊരടി. വലിയ തവള വരുന്ന വിചാരിച്ച് നോക്കിയാല് വന്നത് ഒരു മാക്രിക്കുട്ടി. കട്ട് ചെയ്താല് മറ്റൊരിടത്ത് ഗഗ്ഗു മരിച്ചു കിടക്കുന്ന കണ്ട് ബ്ലാക്ക് ഓപ്സിലെ ആൾക്കാര് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.